കമ്മ്യൂണിസം എന്ന മഹത്തായ ആശയം ലോകത്ത് രൂപകൽപ്പന ചെയ്ത് 1848 ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഓക്കെ. അപ്പോൾ ലോകത്തിലെ വലിയ രാജ്യങ്ങളായ USSR, ചൈന, ലാവോസ്, വിയറ്റ്നാം, ക്യൂബ അങ്ങനെ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം വളർന്ന് അതിൻ്റെ നല്ല രീതിയിൽ കൂടെ വരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ത്രിപുര, ബംഗാൾ, കേരളം, അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കമ്മ്യൂണിസം വളരെ മോശമായ അവസ്ഥയിലാണിപ്പോൾ ഉള്ളത്. കേരളത്തിൽ എന്നാ പറയേണ്ടത്, ഒരു അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും ഒരു രീതി കൂടെ തന്നെ പോകുന്നുണ്ട് ഒരു പരിധി വരെ. പക്ഷേ ഈ പറയുന്ന USSR പൂർണ്ണമായിട്ടും തകർന്നു. കമ്മ്യൂണിസം അവിടെ ഇപ്പം നിലവിലില്ല. അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും കമ്മ്യൂണിസം പ്രതിസന്ധി നേരിടുന്നു. ശരിക്കും അടിസ്ഥാനപരമായി കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയിൽ നയപരമായ മാറ്റങ്ങൾ വരാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ലോകത്താകെ സാമ്രാജ്യത്വം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തിനുമെതിരായി ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആയുധമെടുത്ത് പോരാടാൻ സാധ്യതയിലോട്ട് അങ്ങനെയും ആശയപരമായി ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് അങ്ങനെയും ഈ നിലയിൽ ലോക മുതലാളിത്തം ലോകത്താകെ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുക. അപ്പം അതിനെതിരായിട്ട് ലോകത്താകെ തന്നെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 20 രാജ്യങ്ങളിൽ ഇടതുപക്ഷ പാർട്ടികൾ അധികാരത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആദ്യം 1917 ഒരു സോവിയറ്റ് റഷ്യ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ, സോവിയറ്റ് യൂണിയൻ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ, പിന്നീട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പല രാജ്യങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തമായി മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇതൊക്കെ മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇന്ത്യയിൽ ഈ മുതലാളിത്തത്തിലേക്ക് ഇന്ത്യ ജന്മിത്വത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള പരിവർത്തനം, ആ പരിവർത്തനം പൂർണ്ണമായും മുതലാളിത്തവൽക്കരിക്കുന്ന ഒരു സ്ഥിതി ഇന്ത്യയിലുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഈ ജന്മിത്വം അതുപോലെ മുതലാളിത്തവുമായി സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത്. പൂർണ്ണമായും മുതലാളിത്തത്തിലേക്ക് വന്നാൽ മാത്രമാണ് വിപ്ലവ പ്രവർത്തനത്തിന് കൂടുതൽ സൗകര്യം ഉണ്ടാവുക, കൂടുതൽ അതിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുക. അപ്പോൾ തൊഴിലാളി വർഗവും കൃഷിക്കാരും യോജിച്ചു നിന്നുകൊണ്ട് ജന്മിത്വത്തിനെതിരെയും മുതലാളിത്തത്തിനെതിരെയും പോരാടിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ പൂർണ്ണമായി മുതലാളിത്തം വരാത്ത സാഹചര്യത്തിൽ അല്പം പ്രയാസം ഇന്ത്യ രാജ്യത്ത് വിപ്ലവ പ്രവർത്തനത്തിനെ ബാധിച്ചിട്ടുണ്ട്. അത് എന്നാലും നമ്മുടെ പ്രവർത്തനം പരമാവധി ഈ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥക്കകത്തു നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അധികാരത്തിലുണ്ടാവുമ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അധികാരമില്ലാത്തപ്പോൾ തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും കൃഷിക്കാരുടെയും താല്പര്യവർത്തിപ്പെട്ടുള്ള പോരാട്ടം അത് പാർട്ടി തുടർന്നും നടത്തും. അത് അന്തിമ വിജയം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒരു പ്രാദേശിക വിഷയമാണ്. നമ്മുടെ ഇവിടെ പെരുങ്ങോത്ത് ഒരു താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. അത് ഉദ്ഘാടനമെല്ലാം നിർവഹിച്ചു. പക്ഷേ അതിൻ്റെ ഒരു ചികിത്സാ സംവിധാനങ്ങൾ പൂർണ്ണമായ ഒരു തോതിൽ സജ്ജമായിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇനി ശരിക്കും എന്താണ്? കാരണം കഴിഞ്ഞ വർഷം പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തും ബഹുമാനപ്പെട്ട മുൻ MLA TA മധുസൂദൻ അവരോടെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അപ്പം ഇപ്പോൾ അതിങ്ങനെ ഒരു നിശ്ചലമായിട്ട് കിടക്കുകയാണ്. ഇനി ആരാണ് ശരിക്കും പുതിയ സർക്കാരിന് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ പഴയ സർക്കാർ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു, എന്താണ് അതിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അറിയാൻ ഒത്തിരി പേർക്ക് താല്പര്യമുണ്ട്. ഈ സർക്കാർ എന്നുള്ളത് തുടർച്ചയാണ്. ഇടതുപക്ഷമോ UDF LDF എന്നുള്ളതല്ല, ഭരണ തുടർച്ച, ഗവൺമെൻറ് തുടർച്ചയാണ്. ആ നിലയിൽ ഒരു 90% പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ള താലൂക്ക് ആശുപത്രിയുടെ സുഗമമായ ഭാവി പ്രവർത്തനം അത് പുതിയ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഇതിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ അത് പൂർണ്ണമാവാൻ കുറച്ച് ബാക്കിയുണ്ട്. അത് പൂർത്തിയാകുന്നതോടുകൂടി രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ നിലയിൽ ഫർണിച്ചർ ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം ഫണ്ട് അലോട്ട് ചെയ്താണ് അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. അത് നടപ്പിലാക്കുന്നതിനുള്ള കാലതാമസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, പെരുമാറ്റച്ചട്ടം വന്നു, പുതിയ ഗവൺമെൻറ് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായി ഇപ്പോൾ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 300 ആവറേജ് 300 രോഗികൾ നിത്യേന ആശുപത്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അത്യാവശ്യമായ അവിടെ വേണ്ടുന്ന
വയറിംഗ് ഉൾപ്പെടെ കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനം പൂർത്തിയാവുന്നതോടുകൂടി ഇതെല്ലാം പിന്നെ സാധാരണ പോലെ നല്ല ആശുപത്രി പ്രവർത്തനം മുന്നോട്ട് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ, അതിൻ്റെ ഫണ്ടൊക്കെ നേരത്തെ തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി താലൂക്ക് ആശുപത്രി പൂർണ്ണ നിലയിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞൊരു മാറ്റം വരാൻ സാധ്യതയില്ല. അതാണ് നമ്മളുടെ കാഴ്ചപ്പാട്. ഇനി ഗവൺമെൻറ് കുറച്ചും കൂടെ താല്പര്യം എടുക്കാൻ പുതിയ MLA ഉൾപ്പെടെ അവർ ശ്രമിക്കട്ടെ. പിന്നെ നല്ല നിലയിൽ ഉയർന്നു വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റേ പയ്യന്നൂർ മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശുപത്രിയാണ് ഒരു താലൂക്കിൽ ഉണ്ടാവുക. പക്ഷേ ഈ താലൂക്കിൽ 2 താലൂക്ക് ആശുപത്രി. അപ്പോൾ അതിനെല്ലാം പിന്നിൽ മധുസൂദൻ ഉൾപ്പെടെയുള്ള പിന്നെ MLA-യുടെയും പാർട്ടിയുടെയും നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ പോസിറ്റീവായിട്ട് ജനങ്ങൾ കാണുമെന്ന് തന്നെയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും കമ്മ്യൂണിസം എന്ന ആശയധാര നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് അത്യാവശ്യമാണ്. കാരണം അത് ലോകത്ത് ചൂഷണത്തിനെതിരെ തൊഴിലാളി വർഗം മുന്നോട്ട് വെച്ച ഏറ്റവും മഹത്തായ ആശയമാണ്. ആ ആശയം എന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ട് എത്തിയിരുന്ന ശ്രീ പാടിയൊട്ടിച്ചാൽ ലോക്കൽ സെക്രട്ടറി ശ്രീ പ്രഭാകരേട്ടന് ന്യൂസ് ടൈം കേരളയുടെ സ്നേഹം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രിന്റ് മുതൽ വലിയ പ്രൊജക്ടുകൾ വരെ നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി സീനായ് ഇന്നോവേഷൻസ് ചെറുപുഴ. ഡിജിറ്റൽ പ്രിന്റിംഗ്, ഡിസൈനിങ്, ലാമിനേഷൻ, ഫോട്ടോ കോപ്പി, മെമന്റോ മേക്കിംഗ് തുടങ്ങിയ വിവിധ പ്രിന്റിംഗ് സേവനങ്ങൾക്കായി സീനായ് ഇന്നോവേഷൻസ് നിങ്ങളുടെ വിജയത്തിന്റെ പ്രിന്റിംഗ് പാർട്ണർ.